നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് ഒന്ന് മിസ്സായി, അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ശക്തിയായിട്ടൊന്ന് ബോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉളുക്കുണ്ടാവില്ലേ അല്ലേ? ഈ ഉളുക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് സ്പ്രെയിൻ. സോ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന യൂഷ്വലി കൂടുതലും നമ്മളെ ആങ്കിളിന് ഉണ്ടാകുന്ന ഉളുക്കിനെയാണ് നമ്മൾ സ്പ്രെയിൻ എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി സ്പ്രെയിൻഡ് ഹിസ് ആങ്കിൾ പ്ലേയിങ് ഫുട്ബോൾ. അതായത് അവൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവൻ്റെ കാല് ഉളുക്കി. അപ്പോൾ ഉളുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡി ഇഞ്ചുറി അല്ലേ? ഇതുപോലെയുള്ള കുറച്ച് ബോഡി ഇഞ്ചുറീസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്താലോ. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളിപ്പം എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചതവ് ഉണ്ടാവില്ലേ? ചതവിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇറ്റ്സ് ആക്ച്വലി ബ്രൂസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാഡ് എ ബ്രൂസ് ജസ്റ്റ് ബിലോ ഹിസ് റൈറ്റ് ഐ. അതായത് അവൻ്റെ കണ്ണിൻ്റെ റൈറ്റ് ഐൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചതവ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബോഡി ഇഞ്ചുറിയാണ് ഈ പൊള്ളൽ. പൊള്ളൽ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുക? ഇറ്റ്സ് ആക്ച്വലി ബേൺ. ബേൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ബേൺഡ് ഹർ ഹാൻഡ് ഓൺ ഹോട്ട് സ്റ്റവ്. അതായത് ഹോട്ട് സ്റ്റവ്, അതായത് ചൂടുള്ള സ്റ്റവിൽ നിന്ന് അവളുടെ കൈ പൊള്ളി. ഇനി നെക്സ്റ്റ് ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുറിവ് അല്ലെ വ്രണം എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? വൂണ്ട്. അത് ജനറലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറയാം. ടോം ഇസ് അപ്ലൈയിങ് ഓയിൻമെൻറ്റ് ടു ഹിസ് വൂണ്ട്, അല്ലെങ്കിൽ ഷീ ഈസ് അപ്ലൈയിങ് ബാൻഡേജ് ടു ഹർ വൂണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ എല്ല് പൊട്ടൂല്ലേ അല്ലേ? ഈ എല്ല് പൊട്ടുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാം? ഫ്രാക്ചർ എന്ന് നമ്മൾ സ്വതവേ കേട്ടിട്ടുള്ള സാധനമാണ് അല്ലേ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ. സോ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടുന്നതിനാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഫെൽ ഓഫ് ദ ബൈസിക്കിൾ ആൻഡ് ഫ്രാക്ചർ ഹിസ് ആംസ്. അതായത് അവൻ സൈക്കിളിൽ നിന്ന് വീണിട്ട് അവൻ്റെ കൈയുടെ എല്ല് പൊട്ടി. റൈറ്റ്. സോ നമ്മളിന്ന് കുറച്ച് ബോഡി ഇഞ്ചുറീസ് ഡിസ്കസ് ചെയ്തില്ലേ? നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. സോ സ്പ്രെയിൻ, ഫസ്റ്റ് വൺ ഇസ് സ്പ്രെയിൻ. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്ക്. ദെൻ ബ്രൂസ്, ചതവ്. വൂണ്ട്, മുറിവ്. പിന്നെ ബേൺ, പൊള്ളൽ. പിന്നെ ഫ്രാക്ചർ, എല്ലുപൊട്ട്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു. English House. English at your fingertips.